അസ്സലാമലൈക്കും. മൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചാമയുടെ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ചാമയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചുള്ളി അരിയാണ്, പച്ചമുളകും. കൊച്ചുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞു. കടുക് വറുക്കാനുള്ള ഇതാണ്. ഇനി അടുത്തത് പച്ചമുളക്. ഇത് കുനുകുനാ അരിയണം, എങ്കിലേ അതിൻ്റെ രുചിയെല്ലാം കിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ചാമ അറിയാമോ? ചാമ അറിയുന്നവർ ആളുകൾ കുറവായിരിക്കും. എല്ലാവരും ചാമ റെസിപ്പി ഉണ്ടാക്കാറില്ലല്ലോ. കണ്ടോ, ചാമ നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ റവയാന്ന് തോന്നുകയുള്ളൂ. ചാമ ഇത് ഉണ്ടാക്കിയാൽ സൂപ്പർ രുചിയാണ്. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. നെയ്യാണെങ്കിലും നല്ലതാ, നല്ല സൂപ്പർ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാ. ചുള്ളിയും പച്ചമുളകും ഒന്നിച്ചിട്ട് കൊടുത്തു. ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴന്നു വരണം. നല്ല മണം വരുന്നുണ്ട്. അടുത്തത് കരിവേപ്പില. നല്ല പിച്ചി ഇട്ടാൽ അതിന്റെ സ്മെല്ല് ഒന്നും കൂടി കൂടും. അതുകൊണ്ട് പിച്ചി ഇട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി അടുത്തത് ഉള്ളിയെല്ലാം വഴന്ന് നല്ല സൂപ്പറായിട്ട് മുരിഞ്ഞ്. ഇനി അടുത്തത് കരിവേപ്പില ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി. നല്ല മണം എല്ലാം വരുന്നുണ്ട്. ഇനി അടുത്തത് വെള്ളം, ചൂടാക്കി വെച്ച വെള്ളമാണ്. ഇത് നല്ല വേവുണ്ട്. ഈ ചാമക്ക കാണും പോലെ ആള് നല്ല വേവുണ്ട്. അതിന് ഇഷ്ടം നല്ല പോലെ വെള്ളം വേണം. അതാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. ഈ ചാമ വെച്ച് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി അടുത്തത് ചാമ. വെള്ളം നല്ലപോലെ വെട്ടി തിളക്കുമ്പോൾ ചാമ ഇട്ട് കൊടുക്കണം. കണ്ടോ, ചാമ കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? ചാമ റവയെന്ന് തോന്നുള്ളൂ, പക്ഷെ ഇത് ചാമയാണ്. പണ്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചാമ തിന്ന് അതിന്റെ പഴമൊഴിയൊക്കെ ഞാൻ മറന്നുപോയി. ഇനി അടുത്തത് ചാമ ഇടുന്നത്, ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഗ്ലാസ്സും പിന്നെ ഒരു 1.5 ഗ്ലാസ് ചാമ ഇട്ടു. നല്ലപോലെ മിക്സാക്കി. നല്ല മണം വരുന്നുണ്ട്. ഇനി ചാമ നല്ലപോലെ വെട്ടി തിളച്ച് വേവട്ടെ. അത് വെന്ത് കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരാം. നമ്മളെ ചാമ ഒരുവിധം കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ വെള്ളം വറ്റി ഒരുവിധം കുക്കായിക്കൊണ്ടിരിക്കുക. ഇനി ശകല സമയം കൂടി ആവിയിൽ കിടന്ന് വേവിക്കും. അപ്പൊ നമ്മൾ ചാമ നമുക്കൊന്ന് രുചിച്ചു നോക്കാം അല്ലെ, ശകലം എടുത്തിട്ട്. അപ്പൊ നമ്മള് ചാമ ഞാൻ രുചിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയാട്ടോ. അപ്പൊ ചാമ ഞാൻ തിന്ന് നല്ല സൂപ്പർ രുചിയാണ്. നിങ്ങളിത് മറക്കാതെ ട്രൈ ചെയ്യണേ. നല്ല സൂപ്പർ ചാമ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് എന്റെ ചാനൽ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.